ഹലോ ഗൈസ്, പുതിയൊരു യാത്ര തുടങ്ങുവാണ്. കുറേയായി യാത്ര ഒന്നും പോകാത്ത, ഒരു 5-6 മാസമായി. അപ്പൊ ഇന്ന് പുതിയൊരു യാത്രാ സീരീസ് തുടങ്ങുകയാണ്. അപ്പോ എവിടെയൊക്കെ എന്തെന്നുള്ളത് ഒരു സർപ്രൈസ് ആണ്. ഇപ്പൊ നമ്മള് കാസർഗോഡ് ഹൈവേയിൽ കൂടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. സമയം ഇപ്പൊ 6:30 നമ്മൾ ട്രെയിൻ വരുന്നുള്ളത് 7:15. അപ്പോ സഫർ വിത്ത് എൻവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്നെ വിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നബിൽ ഭായി ആണ്. നബിൽ ഭായി പോകുന്നുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് നല്ല രസമാക്കിയിട്ടുണ്ട്. അവിടെ AC വെയിറ്റിംഗ് ഹാളുണ്ട്. ഇവിടെ എല്ലാം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നുള്ളത് മലബാർ എക്സ്പ്രസ് ആണ്. 7:15 പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സമയം ഇപ്പോൾ 7:04 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ 7:09 മാംഗ്ലൂർ സെൻട്രൽ, ട്രിവാൻഡ്രം സെൻട്രൽ, മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കണ്ണൂരിൽ പോകും. കണ്ണൂരിൽ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രെയിൻ വരുന്നുള്ളത്. അതവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ കണ്ണൂർ നമ്മൾ ഒരു 9 മണി ആ സമയമാകുമ്പോൾ എത്തും. അവിടെ നിന്ന് ഒരു 12 മണിക്കാണ് അടുത്ത ട്രെയിൻ വരുന്നുള്ളത്. നമ്മുടെ ട്രെയിൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം 7:25 7:45. ആ സമയത്ത് എന്താണ് നമ്മുടെ ട്രെയിൻ വരുന്നുള്ളത്. ഒരു 3 മണിക്കൂർ ലേറ്റാണ്. ഈ ട്രെയിൻ ഭാവനഗർ കൊച്ചുവേലി എക്സ്പ്രസ് ആണ്, വീക്ക്ലി എക്സ്പ്രസ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഈ ട്രിപ്പ് ഞാൻ ലഗേജ് എടുത്തിട്ടുള്ളത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രോളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാഗിൽ ഫുൾ സ്നാക്സ് ആണ്. അതുപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ, പവർ ബാങ്കും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പോകേണ്ട ട്രെയിൻ വന്നു. 7:50 എത്തിയിരുന്നത്. ഒരു 40 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ കണ്ണൂർ എത്തുമ്പോഴേക്കും ആ സമയമാവും. എനിക്കിപ്പോൾ സീറ്റ് കിട്ടിയിട്ടുള്ളത് S4-ലാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ ഫുള്ളെല്ലാം നനഞ്ഞിരിക്കുകയാണ്. S4 എത്തിയിരിക്കുന്നു. അങ്ങനെ കാസർഗോഡിൽ നിന്ന് ട്രെയിൻ വിട്ടു. ആരുമില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള അപ്പർ ബർത്താണ്. നമുക്ക് പിന്നെ കണ്ണൂർ വരെ ആയതുകൊണ്ട് നമുക്ക് അത്ര എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നു. ഇവിടെ കൊച്ചിലൊന്നും ആരുമില്ല. ആൾക്കാർ ഭയങ്കര കുറവാണ്. അത് മാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ കുറവ്. എന്നെ കൂടിക്കൊണ്ട് പോകും. നമ്മളങ്ങനെ വളപ്പട്ടണം സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചങ്ക് സഹൽ വരുമെന്നാണ് പറഞ്ഞത്. അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ അടുത്ത ട്രെയിൻ വരുന്നുള്ളത് ഇനി 12 മണിക്കാണ്. അത് കണ്ണൂരിൽ നിന്നാണ് വരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് വലിയ ജേണിയാണ്. 3 ദിവസത്തിൻ്റെ അടുത്താണ് അടുത്ത ട്രെയിൻ ജേണി വരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ ട്രെയിൻ വിട്ടു. ചെറിയൊരു സ്റ്റേഷനാണ്. 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് തോന്നുന്നു. പിന്നെ പുറത്തായാലും ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ ഇപ്പോൾ സഹൽ വരും. സഹലിന് വെയിറ്റ് ചെയ്തിരിക്കാം. ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ കീ തന്നിട്ട് പറഞ്ഞു ഇവിടെ ലെഫ്റ്റിലെന്ന് പറഞ്ഞു. പോയി നോക്കണം. അവിടെ ഉണ്ട്. അപ്പോൾ ട്രോളി അവിടെ വെച്ച് ഞാൻ ഇപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചെറിയൊരു സ്റ്റേഷനാണ്. നമുക്ക് 4 പ്ലാറ്റ്ഫോം ഉണ്ട് തോന്നുന്നു. 1 2 3 4 4 പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് തോന്നുന്നു. ഇതായിരുന്നു വാഷ്റൂം. നല്ല വാഷ്റൂമാണ്.
മാത്രം ഇതെന്തുകൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചെന്നറിയില്ല. ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനെ ഇവിടെ ട്രെയിൻസ് വരവിൽ കുറവെന്നും തോന്നുന്നു. സാധാ ലോക്കൽ ട്രെയിൻസ് അല്ലാതെ വേറെ ട്രെയിൻ വരലില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർ ലോക്ക് ചെയ്ത് വെച്ചത്. എന്തായാലും ചോദിച്ചപ്പോൾ തന്നെ അവർ ചാവി എടുത്ത് തന്നു. നല്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ലോക്ക് ചെയ്തൊക്കെ വെക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ കാര്യം സാധിച്ചു. ഇപ്പോൾ സഹൽ താഴെ വന്നിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് പോവാം. ഇപ്പോൾ സമയം എത്രയായി? 9:47 11 മണിയാകുമ്പോൾ കണ്ണൂർ റെയിൽവേക്ക് എത്തണം. അപ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ട് പോയിട്ട് അറിയില്ല അവനെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. സഹലവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അസ്സലാമലൈക്കും. യെസ്, ചെക്കൻ വന്ന്. നല്ല മണമല്ലേടാ? എന്താ കുറേയില്ല സേല കണ്ടിട്ട്. എന്താ പറയേ. അപ്പൊ ഇതാണ് സഹലും ഞാനും PA കോളേജിൽ 4.5 വർഷം ഹെവനിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ നമ്മള് സഹലിന്റെ വീട്ടിൽ വന്ന്, സഹലിന്റെ അനിയന്മാരുണ്ട്, ഉമ്മ ഉണ്ട് അകത്ത്. സഹലിന്റെ കുറെ ട്രോഫികളുണ്ട്, എല്ലാം കാണാം. അങ്ങനെ നമ്മള് നല്ല നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ച് സഹലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സമയം എത്രയിടാം? 10:45. 11 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സഹലിന്റെ സുന്ദരമായ നാട്. ഇതെന്ത് അമ്പലം ഉണ്ടല്ലേ? ഇതാ പുതിയ തെരുവ്? പുതിയ തെരുവ് ഇതാ? പിന്നെ ഈ സ്ഥലത്തിന് വരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകാനുള്ള ട്രെയിന് അവിടെ വെച്ചിട്ടുണ്ട്, ഭാരത് ഗൗരവ് ട്രെയിൻ. ഇപ്പോൾ സഹൽ കാർ പാർക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പോകാൻ പോകുന്നുള്ള ട്രെയിൻ. ഇതൊരു സാധാരണ ട്രെയിനല്ല, ഒരു ടൂറിസ്റ്റ് ട്രെയിനാണ്. ലോക്കൽ പാസഞ്ചേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ത്യൻ റെയിൽവേസും സൗത്ത് സ്റ്റാർ റെയിലും പിന്നെ ടൂർ ടൈംസും കൂടി ഒന്നിച്ച് നടത്തുന്നുള്ള ഒരു ടൂറിസ്റ്റ് ട്രെയിനാണ് ഇത്. താങ്ക് യു. ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. പുറത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ശബ്ദമായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിൻ കയറി 12 മണിക്ക് ട്രെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 12:30 അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നുള്ളത് ടൂറിസ്റ്റ് ട്രെയിനാണ്, സാധാരണ ട്രെയിനല്ല. എന്താ വെച്ചാൽ ഇതിൽ വരുന്നുള്ളത് ഫുൾ ടൂറിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ട്രെയിൻ വിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ ആകെ 2 പേരേ ഉള്ളൂ പാസഞ്ചറായിട്ട്. എന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരാരുമില്ല, 2 പേരേ ഉള്ളൂ. ഞാൻ ഒന്ന് കാണിച്ചു തരാം, നോക്ക് ഗൈസ്. ഒരാരുമില്ല. ആദ്യത്തെ ഫസ്റ്റത്തെ സീറ്റിൽ ഒരാളുണ്ട്, പിന്നെ ഒരാരുമില്ല, പിന്നെ ഞാനുണ്ട്. 2 പേരാണ് ഇന്നുള്ളത്. ഇനി വേറെ ഇടുന്ന് കയറും എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. ഈ ട്രെയിനിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയും സൗത്ത് സ്റ്റാർ റെയിലും പിന്നെ ടൂർ ടൈംസ് കൂടി നടത്തുന്ന ഒരു പ്രൈവറ്റ് ട്രെയിൻ ടൂറാണിത്. എന്താ വെച്ചാൽ സാധാരണ പോലത്തെ ട്രെയിനല്ല, ലോക്കൽസിന് കാര്യങ്ങളൊന്നും കയറാൻ പറ്റില്ല. ഈ ട്രെയിൻ പാക്കേജ് എടുക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനാണിത്. അപ്പോൾ ഈ പാക്കേജിലെടുക്കുക കവർ ചെയ്യുന്നത് വെച്ചാൽ കൊൽക്കത്ത, മെയിൻലി ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത, സുന്ദർബൻസ്, ഭുവനേശ്വർ, വിശാഖപട്ടണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുള്ളതാണ്. ടോട്ടൽ 11 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യുന്നുള്ളതാണ്. പാക്കേജിൽ ഫസ്റ്റ് ക്ലാസ് AC വരുന്നുണ്ട്, സെക്കൻഡ് ക്ലാസ് AC വരുന്നുണ്ട്, തേർഡ് ക്ലാസ് AC വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പറും വരുന്നുണ്ട്. സ്ലീപ്പറിന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് 26 സംതിങ് ആണ്. തേർഡ് AC ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയില്ല എത്രയെന്നുള്ളത്. തേർഡ് AC ആണെങ്കിൽ ഐ തിങ്ക് 37 ആണ്. അല്ലെങ്കിൽ സെക്കൻഡ് AC ആണെങ്കിൽ 53 54 ഇൻക്ലൂഡിങ് ഓൾ ഫുഡും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാനുള്ളത് സെക്കൻഡ് ACയിലാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ ലോ ബഡ്ജറ്റ് ട്രാവലിംഗ് ചെയ്യുന്നുള്ള ഞാൻ എന്തുകൊണ്ട് ഈ പാക്കേജ് എടുത്തു എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളത് കൊളാബറേഷൻ ആയിട്ടാണ്.
അപ്പോൾ ഫ്രീ ട്രിപ്പാണ്, ഒന്നുമില്ല, ഒരു എക്സ്പെൻസും ഇല്ല. എല്ലാം എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് 2 ടൈംസാണ്. അപ്പോൾ ഈ ഒരു യാത്ര ഫുള്ള് കവർ ചെയ്യുക ആ ഒരു രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മണി ആ സമയമാകുമ്പോൾ കണ്ണൂരെത്തി. കണ്ണൂർ സാലിൻ്റെ വീട്ടിൽ പോയി നല്ല ഫുഡ് കഴിച്ച്, നെയ്ച്ചോറ് ബീഫൊക്കെ കഴിച്ച്. സാലുണ്ടായിരുന്നു, ഇത്ര സമയം ഉണ്ടായിരുന്നു എൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നു. സാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 4.5 വർഷം ഒന്നിച്ച് കോളേജിലുണ്ടായതാണ് മാംഗ്ലൂർ. സാഹൽ ഇപ്പോൾ PGക്ക് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ് ഇപ്പോൾ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാഹൽ ഇപ്പോൾ റെയിൽവേയിൽ കൊണ്ടുവിട്ട് ട്രെയിൻ വിട്ട ശേഷമാണ് അവന് പോയത്. അങ്ങനെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രെയിന് ഇനിയിപ്പോൾ നേരെ ട്രിവാൻഡ്രം വഴി വിജയവാഡ, ആ ഒരു വഴി ആന്ധ്രാപ്രദേശാണ് വിജയവാഡ വരുന്നുള്ളത്. വിജയവാഡ വഴി കൊൽക്കത്തയിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ കൊൽക്കത്തയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് നോർമലി നമ്മളിപ്പോൾ ഒരു 48 ഹവേഴ്സിലൊക്കെ എറണാകുളത്ത് നിന്ന് വിട്ടാൽ നമ്മൾ നോർമലെത്തും. ഇപ്പോൾ നമ്മൾ ട്രെയിൻ പോകുന്നുള്ളത് ട്രിവാൻഡ്രം ആ ഒരു വഴി ആയതുകൊണ്ട് തന്നെ 66 ഹവേഴ്സാണ്. 66 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 3 ഡേയ്സിൻ്റെ അടുത്തായി ഈ ട്രെയിനിൽ. ട്രെയിൻ ഇപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 3 ഡേയ്സ് ഫുള്ളാവും. അപ്പോൾ 3 ഡേയ്സ് ഫുള്ള് ഈ ട്രെയിനാണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് സെക്കൻഡ് AC-യിലാണ്. ഇപ്പോൾ രാത്രി 1 മണിയായി, ഉറങ്ങാനൊക്കെ സമയമായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിലല്ല, ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഞാനും വേറൊരാൾ മാത്രമാണുള്ളത്. അവർ ഉറങ്ങി. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതല്ലാതെ ടൂറിസ്റ്റേഴ്സായിട്ട് ഞാൻ അവർ മാത്രമാണുള്ളത്. മെല്ലെ മെല്ലെ ആൾക്കാരൊക്കെ കയറുമായിരിക്കും, എങ്ങനെ കയറും, ഫുള്ളാവുമായിരിക്കും. അപ്പോൾ ഇനി 11 ദിവസം നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക, നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്രെയിനിൻ്റെ ബാക്കി കാഴ്ചകളും ട്രെയിൻ ടൂറും ബാക്കി കാര്യങ്ങളും എല്ലാം ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.